കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി വിജിലിന്റെ മരണത്തിൽ തെളിവെടുപ്പ് ആരംഭിച്ച് അന്വേഷണ സംഘം പ്രതികൾ ഉപേക്ഷിച്ച വിജിലിന്റെ ബൈക്ക് കലാ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കാട്ടിൽ നിന്ന് കണ്ടെടുത്തു. മൃതദേഹം കണ്ടെടുക്കാനായി നാളെ സരോവരത്ത് മണ്ണ് നീക്കി പരിശോധന നടത്തും. പ്രതികൾ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചെന്നും സുഹൃത്തുക്കളുടെ മൊഴിയിൽ വിശ്വാസമില്ലെന്നും വിജിലിന്റെ കുടുംബാംഗങ്ങൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി വിജിലിനെ കുഴിച്ചുമൂടിയ കേസിലെ ഒന്നാം പ്രതി എരഞ്ഞിപ്പാലം സ്വദേശി നിഖിൽ, മൂന്നാം പ്രതി വേങ്ങേരി സ്വദേശി ദീപേഷ് എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. കസ്റ്റഡി കാലാവധി അവസാനിക്കും മുൻപ് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. വിജിലിന്റെ ബൈക്കും മൊബൈൽ ഫോണും കല്ലായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉപേക്ഷിച്ചെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ഒന്നാം പ്രതിയായ നിഖിലുമായി കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ എത്തി തെളിവെടുത്തു. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ കാട്ടിൽ നിന്ന് ബൈക്ക് കണ്ടെത്തി. മൃതദേഹം കെട്ടിത്താഴ്ത്തിയ സരോവരത്ത് നാളെ തെളിവെടുപ്പ് നടത്തും. സരോവരത്തിന് സമീപം ചതുപ്പിൽ താഴ്ത്തി 8 മാസങ്ങൾക്ക് ശേഷം വിജിലിന്റെ അസ്ഥികൾ കുഴിച്ചെടുത്ത് കടലിൽ ഒഴുക്കിയതായും സംസ്കാര ക്രിയകൾ നടത്തിയതായും പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മൊഴി പുറത്തു വന്നതോടെ ഞെട്ടലിലാണ് കുടുംബം. എന്നാൽ മൊഴികൾ വിശ്വാസയോഗ്യമല്ലെന്നാണ് കുടുംബം പറയുന്നത്. വിജിൽ നേരത്തെ ലഹരി ഉപയോഗിക്കുമായിരുന്നില്ല. തിരോധാനവുമായി ബന്ധപ്പെട്ട് കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും പ്രതികൾ ശ്രമിച്ചിരുന്നുവെന്ന് വിജിലിന്റെ അച്ഛൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഒരു പറയുന്നത് 2 മണിക്കൂർ, ചിലർക്ക് 4 മണിക്കൂർ, ചിലർക്ക് 6 മണിക്കൂർ ഇങ്ങനെ വരും പോലെ. അപ്പോൾ ഇവർ പറയുന്നത് വെള്ളി എഴുന്നേറ്റ് വെക്കുന്നതിന് മുമ്പ് കിടക്കുകയാണ്, അപ്പോൾ കുറച്ച് കഴിഞ്ഞ് എണീറ്റ് പോയിക്കോളുന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയല്ലല്ലോ. അപ്പോൾ പിന്നെ വന്ന് നോക്കിയെന്ന് പറയുന്നത്. അന്നപ്പോൾ എന്തോ ഒരു സംഭവം ഇല്ലാതെ പിന്നെ ഒരു വന്ന് നോക്കേണ്ട ആവശ്യമുണ്ടോ? അതിൽ നിന്നുമ്പോൾ മനസ്സിലാകുന്നില്ലേ? രാവിലെ ജിമ്മിൽ കളിക്കാനൊക്കെ പോകുന്ന ആളാണ്. അങ്ങനെ ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കില്ല, ശരീരം നോക്കുന്നതാണ്. സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്ന പ്രതികളിൽ ഒരാളായ നിഖിലിനെ ബംഗളൂരുവിലെത്തിയാണ് എലത്തൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ദീപേഷിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. കേസിലെ മറ്റൊരു പ്രതിയായ രഞ്ജിത്ത് ഇപ്പോഴും ഒളിവിലാണ്. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, സംഘം ചേർന്നുള്ള കുറ്റകൃത്യം, തെളിവ് നശിപ്പിക്കൽ, മൃതദേഹത്തോടുള്ള അനാദരവ് എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കേസ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.